Hi my dear friends, എല്ലാവർക്കും ഒരിക്കൽ കൂടി MP Talksലേക്ക് സ്വാഗതം. ഞാൻ മിസ്റ്റർ മസ്ത. നമ്മൾ ഇത് ഡിസ്കസ് ചെയ്ത് കണ്ടതുപോലെ തന്നെ UPSC എക്സാം എഴുതുന്നവർ NCERT നിർബന്ധമായിട്ടും വായിക്കേണ്ടതുണ്ടോ, ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രാധാന്യം എന്താണ്, അതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെയാണ് നമുക്ക് നല്ല രീതിയിൽ എങ്ങനെ വായിക്കാം, എങ്ങനെ കവർ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയാണ് വായിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിൻ്റെ കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നത്. അതിനു മുന്നേ ഇത്തരത്തിൽ UPSC-യുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്ലാസ്സുകളും ഫ്രീ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ട്, അതിൽ ഞാൻ ഒരുപാട് വീഡിയോസ് കൂടാതെ ക്ലാസ്സിൻ്റെ ഫ്രീ ക്ലാസ് വീഡിയോസുകൾ, ഫ്രീ മെറ്റീരിയൽസ്, ടെസ്റ്റുകൾ, മറ്റേ നോട്ടിഫിക്കേഷൻസ് വരുന്ന സമയത്ത്, എക്സാം ഇപ്പോൾ ഹോൾട്ടിക്കൽ വരുന്ന സമയത്ത്, എക്സാം അപ്ലൈ ചെയ്യേണ്ട സമയത്ത്, മറ്റ് UPSC എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുന്ന സമയത്തൊക്കെ ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് അതിലൂടെയാണ് കാര്യങ്ങൾ അറിയിക്കാറ്. എപ്പോഴും യൂട്യൂബിലൂടെ പറ്റണമെന്നില്ല, മറ്റേതായാലും നമുക്ക് ഏത് സമയത്തും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ടെലിഗ്രാം ചാനൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാൻ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ഇല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഉള്ള നമ്പറുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബന്ധപ്പെടാവുന്ന ലിങ്ക് സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ NCERT UPSC എന്ന് പറയുന്നത് നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് ഒരു വലിയ ലക്ഷ്യത്തിലോട്ട്, അല്ലെങ്കിൽ വലിയ ലക്ഷ്യം എന്ന് പറയുമ്പോൾ UPSC, അപ്പോൾ വലിയൊരു എക്സാമിനെ നേരിടാൻ വേണ്ടി പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. വലിയ സിലബസ് ആണ്, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പഠിക്കാനുള്ള കാര്യങ്ങൾ തരുമ്പോൾ നമ്മളിപ്പോൾ അറിയാത്ത ഒരാൾ നേരിട്ട് ആ ഒരു വലിയ കാര്യം പഠിക്കാൻ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് അതൊരു ബുദ്ധിമുട്ടായി മാറുകയും പഠിക്കാനുള്ള താല്പര്യം കുറയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ നല്ലൊരു ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും വലിയ ബിൽഡിംഗ് ഉണ്ടാക്കാവുന്നതാണ്. വലിയ 100 നില ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എത്രത്തോളം ഫൗണ്ടേഷൻ അതിലും അടിയിലോട്ട് വേണമെന്നില്ല നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇവിടെ ഫൗണ്ടേഷനായിട്ട് കിട്ടുന്നത് UPSC-യിൽ NCERT ആണ്. അപ്പോൾ അതുകൊണ്ടാണ് NCERT പഠിക്കണം എന്നുള്ളത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ NCERT നമുക്ക് 6th to +2 വരെയുള്ള NCERT ആണ് വായിക്കേണ്ടത്. NCERT വായിക്കണം എന്നുള്ള ലിസ്റ്റൊക്കെ ഞാൻ മുമ്പ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് അതും എടുത്ത് കാണാവുന്നതാണ്. 6th to +2 വരെയുള്ള നിർബന്ധമായിട്ട് വായിക്കേണ്ട NCERT. ഇനി അതല്ലാത്ത ചില ആളുകൾക്ക് അതിലും കൂടുതൽ NCERT വായിക്കണം എന്ന് പറയാറുണ്ട്. മിനിമം അത്രയെങ്കിലും നിർബന്ധമായിട്ട് വായിക്കണം എന്നുള്ളതാണ്. 6th to +2 വരെയുള്ള ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, എക്കോണമി ബന്ധപ്പെട്ട കുറച്ച് ബുക്കുകളാണ് വായിക്കേണ്ടത്. പിന്നെ നമ്മുടെ ഒരു NCERT-യുടെ മാത്രമായിട്ടുള്ള ഒരു കോംപ്രഹെൻസീവ് ക്ലാസ് നടക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ ഫീസിൽ കംപ്ലീറ്റ് NCERT വിത്ത് ഷോർട്ട് മെറ്റീരിയൽ, ടെസ്റ്റ്, പ്രിലിംസ്, മെയിൻസ്, ടെസ്റ്റ് എല്ലാം വെച്ചുകൊണ്ട് NCERT കവർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. താല്പര്യമുള്ളവരോ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഉള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. പുതിയ ബാച്ച് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. NCERT-യുടെ മാത്രം ക്ലാസ്. അപ്പോൾ NCERT എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഫൗണ്ടേഷനാണ്. NCERT പഠിച്ചു കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ എന്നുള്ളതിനപ്പുറം ചിലപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് NCERT-ന് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ട് UPSC. ചെറിയ ക്ലാസ്സിൽ NCERT എന്നൊരു UPSC ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 2021 ഇപ്പോൾ ഹിസ്റ്ററി 7th 8th വരുന്ന ഹിസ്റ്ററി നേരിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതല്ലാതെ പിന്നെ +1 +2 ബുക്ക് എന്ന് പറയുന്നത് ഒരുപാട് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ജോഗ്രഫിയൊക്കെ നോട്ട്സ് ഉണ്ടാക്കുന്നത്, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നോട്ട്സും ജോഗ്രഫിയൊക്കെ ബേസ് ചെയ്തിരിക്കുന്നത് NCERT ആണ്. NCERT-ൽ +1 +2 ആണ് ഇന്ത്യൻ ഫിസിക്കൽ ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി, നമുക്ക് അതാണ് അതിന്റെ ബേസ്. അത് വെച്ചിട്ടാണ് അവർ കുറച്ച് കാര്യങ്ങൾ അതിലേക്ക് എക്സ്ട്രാ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ UPSC-ക്ക് പഠിക്കാനുള്ളതും ഇത് തന്നെയാണ്. ചില സബ്ജക്ട് നമുക്ക് ബേസിക് ആയിട്ട് ഫൗണ്ടേഷൻ ആയിട്ട് വരുന്നത് NCERT ആണ്. NCERT ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ UPSC-യുടെ മുന്നിലുള്ള ഗവൺമെന്റ് മുന്നിലുള്ള ഒരു ഓതറൈസ്ഡ് ബുക്ക് എന്ന് പറയുന്നത്, ഗവൺമെന്റ് ഇറക്കുന്ന ബുക്ക് എന്ന് പറയുന്നത് NCERT മാത്രമാണ്. അല്ലാതെ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കുന്ന ബുക്ക് നോക്കിയിട്ട് അവർ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ്. കാരണം എല്ലാം ജനറൽ സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ ജനറൽ ഒരു +2 ലെവലാണ് നമ്മൾ പഠിക്കാൻ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും ഫോളോ ചെയ്യാൻ പറ്റുന്നത് NCERT ആണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ NCERT നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. NCERT പഠിച്ച് അതിനുശേഷം നമ്മൾ മറ്റുള്ള സബ്ജക്റ്റിലോട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് മറ്റുള്ള സബ്ജക്റ്റ് പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നതാണ്. പിന്നെ NCERT തന്നെ ചെറിയ കുട്ടി 6ാം ക്ലാസ് മുതൽ വായിക്കുമ്പോൾ ചെറിയ കുട്ടികൾക്ക് NCERT ആണല്ലോ ബുക്കാണല്ലോ. അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് അവർ പറയുന്നുണ്ടാവുക. അപ്പോൾ ആ സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് അറിയുന്ന ഒരു കാര്യത്തിനോട് എക്സ്ട്രാ അറിയാത്ത കാര്യം ആഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഈസിയാണ്. അതേസമയത്ത് അറിയാത്ത കാര്യങ്ങൾ വായിക്കുന്നതും ആഡ് ചെയ്യാനുള്ളതൊക്കെ എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് ആഡ് ചെയ്യാൻ കുറച്ച് ഈസിയാണെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ അതുകൊണ്ടൊക്കെ NCERT ഒരിക്കലും ഒഴിവാക്കരുത്. NCERT വേണോ SCERT വേണോ എന്നുള്ള ഡൗട്ട്സ് പല ആൾക്കും ഉണ്ടാവാറുണ്ട്. NCERT ആണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് ഇനി NCERT വായിക്കാൻ ബുദ്ധിമുട്ടാണ്, ഫുൾ ഇംഗ്ലീഷ് ആണെങ്കിൽ SCERT വായിക്കുന്നുണ്ടോ പ്രശ്നമില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ അതിലും വരുന്നുണ്ട്. ഇത്ര അല്ലെങ്കിൽ കൂടി ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് രണ്ടും കൂടി ഒരുമിച്ച് വായിക്കാൻ പറ്റിയാൽ വളരെ നല്ലത്. പിന്നെ മലയാളത്തിൽ ആളുകൾ ഏത് വായിക്കണം എന്ന് പറയാറുണ്ട്. അവരും NCERT ആണ് നല്ലത്. പ്ലസ് ആയിട്ട് കൂടെ അവർ SCERT കൂടി നിർബന്ധമായിട്ട് വായിക്കും. കാരണം ചില ടേംസുകളൊക്കെ എങ്ങനെ മലയാളത്തിൽ എഴുതാൻ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ SCERT വായിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, പിന്നെ +1 +2 NCERT തന്നെ മലയാളത്തിൽ അവൈലബിൾ ആണ്, ഗൈഡും ഒക്കെ. മലയാളത്തിൽ എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ +1 +2 അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യുക, ആ ഗൈഡൊക്കെ എടുത്ത് മലയാളീകരിച്ച് മനസ്സിലാക്കാം. കാരണം ചില ടേംസുകളൊക്കെ ജോഗ്രഫിയിൽ, എക്കണോമിക്സിലൊക്കെ ഉള്ള ടേംസുകളൊക്കെ നമുക്ക് മലയാളീകരിക്കാൻ എന്നുള്ള ബുദ്ധിമുട്ടായിരിക്കും അറിയാത്ത ആളുകൾക്ക്. അപ്പോൾ അത് ശ്രദ്ധിക്കാം. അപ്പോൾ ഇനി എങ്ങനെ വായിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ പറഞ്ഞു ഏതൊക്കെ ബുക്കുകൾ വായിക്കണം എന്ന് പറഞ്ഞാൽ 6th to +2 വരെയുള്ള 6th to +2 വായിക്കേണ്ടത് ഹിസ്റ്ററി, ജോഗ്രഫി മതി.
6ാം ക്ലാസ് മുതൽ. എക്കണോമി എന്നുള്ളത് 9, 10, 11, 12 മതി. അതുപോലെ തന്നെ പൊളിറ്റി അങ്ങനെ തന്നെയാണ് 9, 10 +1 മതി. പിന്നെ ആർട്ടാകൾച്ചർ എന്ന് പറഞ്ഞാൽ +1 ഒരു ബുക്ക് ഉണ്ട്, ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ആർട്ട് എന്നുള്ള ഒരു ബുക്ക് ഉണ്ട്, ആ ഒരു ബുക്ക് വായിച്ചാൽ മതി. ഓക്കെ, ആ രീതിയിലാണ് നല്ലത്. പിന്നെ നമ്മുടെ ജനറൽ സയൻസുമായി ബന്ധപ്പെട്ട MBOയുമായി ബന്ധപ്പെട്ട് +2 ബയോളജിയുടെ 13 മുതൽ 16 വരെയുള്ള ചാപ്റ്റേഴ്സും വായിച്ചാൽ മതി. ഈ ബുക്കുകളാണ് നിർബന്ധമായിട്ടും മിനിമം നിങ്ങൾ വായിക്കേണ്ടത്. ബുക്കുകൾ വാങ്ങാം, അല്ലെങ്കിൽ അതിന് PDF എടുത്ത് വായിക്കാം, അല്ലെങ്കിൽ ഷോർട്ട് മെറ്റീരിയൽ വായിക്കാം. പിന്നെ നോട്ട് ഉണ്ടാക്കൽ വളരെ നല്ലതാണ് പഠിക്കുന്ന സമയത്ത്. നമ്മുടെ ക്ലാസ്സിലാണെങ്കിൽ നമ്മുടെ ക്ലാസ് ഷോർട്ട് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് മോഡൽ നോട്ട്സുകളൊക്കെ ഞാൻ ടെലിഗ്രാം ചാനലിലോട്ട് അയക്കാം, നിങ്ങൾ അതുപോലെ നോട്ട്സ് ഉണ്ടാക്കിയാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ വായിക്കേണ്ടതെന്ന് പറയുന്നത് 1-2 റീഡിങ്, ഒരു 3 റീഡിംഗ് എങ്കിലും എന്ത് ചെയ്യണം, നിങ്ങൾ ഓരോ ബുക്കും വായിക്കണം. അതിൽ ഫസ്റ്റ് സെക്കൻഡ് റീഡിംഗ് ഒക്കെ കംപ്ലീറ്റ് വായിക്കാം, ഞാൻ അങ്ങനെ സജസ്റ്റ് ചെയ്യാറ്. അതിൽ നമുക്ക് വളരെ ഷോർട്ടായിട്ട് നോട്ട്സ് ഉണ്ടാക്കാം. ഷോർട്ട് നോട്ട്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് മതി. ഇല്ലാത്ത ആളുകൾ എന്ത് ചെയ്യുക, നിങ്ങളുടേതായ രീതിയിൽ നോട്ട്സ് ഉണ്ടാക്കാം. എന്നിട്ട് തേർഡ് റീഡിംഗ് ഒക്കെ എന്ത് ചെയ്താൽ മതി, ഈ നോട്ട്സോ അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത കാര്യങ്ങളോ വെച്ച് വായിച്ചാൽ മതി. എന്നിട്ട് UPSC അതേ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പ്രീവിയസ്ലി ചോദിച്ച ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ അതിന്റെ മോഡൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, എടുത്ത് ചെയ്ത് നോക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വായിക്കുക, ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക, ആ നോട്ട്സ് റിവിഷൻ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതിൽ +1 +2 ബുക്കുകൾ, ജോഗ്രഫി, ഹിസ്റ്ററിയും പൊളിറ്റിയും ഒക്കെ അത് റിപ്പീറ്റ് ചെയ്ത് വായിക്കണം. അത് ബുക്കായിട്ട് തന്നെ വാങ്ങുന്നതാണ് നല്ലത്. ടെക്സ്റ്റ് ബുക്ക് വാങ്ങുക, അത് റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. കാരണം 1, 2, 3, 4, 5 പ്രാവശ്യം വായിക്കാൻ മാത്രമുള്ളത് അതുണ്ട്. അത്രയും കണ്ടന്റ് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ അതിന്റെ കൂടെ മോഡൽ ടെസ്റ്റുകൾ ചെയ്ത് നോക്കുക, ഞാൻ പറഞ്ഞു, റിവിഷൻ ചെയ്യുക. ഓക്കെ, പിന്നെ റെഗുലർ റിവിഷൻ ചെയ്യുക. NCERT വായിക്കാൻ നല്ലത് ഫസ്റ്റ് പ്രിപ്പറേഷൻ തുടങ്ങുന്ന സമയം മുതൽ NCERT വായിച്ചു തുടങ്ങുന്നതാണ് നല്ലത്. NCERT ഒരിക്കലും മാറ്റി നിർത്തരുത്, NCERT വായിക്കണം. കാരണം ഒരുപാട് നമ്മൾ സബ്ജക്റ്റ് പഠിക്കുന്ന കാര്യങ്ങളും പഠിക്കാത്ത കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യും, NCERT കിട്ടും. അപ്പോൾ നല്ലൊരു ഫൗണ്ടേഷൻ ഡെവലപ്പ് ചെയ്ത് അതിന് മുകളിൽ എന്ത് ചെയ്യുക, നിങ്ങൾ സബ്ജക്റ്റ് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാനും UPSC നേടാനും സാധിക്കും. നമ്മുടെ ഒരു കോഴ്സ് ഉണ്ട്, NCERT മുതൽ തുടങ്ങി UPSCയുടെ പ്രിലിംസും മെയിൻസും ഇന്റർവ്യൂ സിലബസ് വരെ കവർ ചെയ്യുന്ന ഫൗണ്ടേഷൻ പ്ലസ് PCM എന്നുള്ളൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. എല്ലാ മാസവും ബാച്ച് വരുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ വളരെ കുറഞ്ഞ ഫീസേ ഉള്ളൂ, 25,000 എന്നുള്ള ഫീസാണ്. ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് 10 കുട്ടികൾക്ക് നമ്മളൊരു 10,000 എന്നുള്ള രീതിയിലാണ് ക്ലാസ്സുകൾ ഉണ്ടാവാറ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമ്പറുമായിട്ട് ബന്ധപ്പെടാം, കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം, താല്പര്യം ജോയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് NCERT എന്ത് ചെയ്യുക, നല്ല രീതിയിൽ വായിക്കുക. എന്ത് NCERTയുമായി ബന്ധപ്പെട്ട ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ കയറിയിട്ട് അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെസ്സേജ് അയക്കാവുന്നതാണ്, ചോദിക്കാവുന്നതാണ്. നന്നായിട്ട് NCERT വായിക്കുക. മറ്റൊരു വീഡിയോവുമായിട്ട് നമുക്ക് ഉടൻ കാണാം. അതുവരേക്കും